വിരിപ്പ് കൃഷിയുടെ നെല്ല് സംഭരണ തുക കിട്ടാത്തതിനാൽ അടുത്ത കൃഷി ഇറക്കാൻ കാശില്ലാതെ നട്ടം തിരിയുകയാണ് കർഷകർ. കോട്ടയം ജില്ലയിൽ 42 കോടിയിലധികം രൂപയാണ് കർഷകർക്ക് സർക്കാർ കൊടുക്കാനുള്ളത്. നവംബറിൽ സംഭരിച്ച നെല്ലിന്റെ പണം ഇതുവരെ കർഷകരുടെ കൈകളിലെത്തിയിട്ടില്ല. കടക്കെണിയിലായ കർഷകർ അടുത്ത കൃഷി ഇറക്കാൻ ബുദ്ധിമുട്ടുകയാണ്. പണമില്ലാത്തതിനാൽ നെല്ല് തുക നൽകുന്നത് നിർത്തിവെച്ചിരിക്കുകയാണ്. പണയം വെച്ചും വായ്പയെടുത്തും കൃഷിയിറക്കിയ കർഷകർ ഇപ്പോൾ കടക്കെണിയിലാണ്. നെല്ല് സംഭരണ കുടിശ്ശിക വിഷയത്തിൽ മന്ത്രിതല അവലോകന യോഗത്തിൽ എന്തെങ്കിലും തീരുമാനമുണ്ടാകുമോ എന്നാണ് കർഷകർ ഇപ്പോൾ കാത്തിരിക്കുന്നത്. നെല്ല് സംഭരണ തുക സർക്കാർ ഗ്യാരണ്ടിയുള്ള വായ്പയായി കണക്കാക്കുന്നതിനാൽ അടുത്ത കൃഷിക്ക് വായ്പ നൽകാൻ ബാങ്കുകൾ തയ്യാറല്ലെന്നാണ് കർഷകർ പറയുന്നത്. കൃഷിയുടെ ഏറ്റവും അവസാനത്തെ ഘട്ടമായിട്ടുള്ള PRS എഴുതുന്ന സമയത്ത്, നെല്ല് കൊടുത്ത് അതിൻ്റെ PRS എഴുതുന്ന സമയത്ത് കയ്യിൽ നിന്നും ക്യാഷായിട്ട് 10,000-ഓളം രൂപ ഒരേക്കറിന് നേരിട്ട് മുടക്കുന്നുണ്ട്. അപ്പോൾ അത്രയും ദുരിതത്തിലാണ് കർഷകർ നിൽക്കുന്നത്. എന്നിട്ടാണ് ഇപ്പോൾ 1 മാസത്തിലേറെയായിട്ട് ഇതിൻ്റെ പണം കിട്ടാതിരിക്കുന്നത്. വലിയ പ്രതിസന്ധിയാണ് കർഷകർ നേരിടുന്നത്. മാത്രവുമല്ല, അടുത്ത പുഞ്ചകൃഷിക്ക് വീണ്ടും കൃഷി ചെയ്യാനായിട്ടുള്ള കർഷകൻ്റെ മനം മടുക്കുകയാണ്. അവർ പല പാടങ്ങളും ഇത്തവണ കൃഷി ചെയ്തിട്ടില്ല. ഈ പുഞ്ചകൃഷി അവരിറക്കിയിട്ടില്ല. നിലമൊരുക്കി വെള്ളം കയറ്റി വിത്ത് വിതയ്ക്കേണ്ട സമയമായി. നെൽസംഭരണ തുക നൽകാൻ ബജറ്റിൽ പണം നീക്കിവെക്കണമെന്നും കുടിശ്ശിക ഉടൻ തീർത്തു നൽകണമെന്നുമാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന കർഷകരെ രക്ഷിക്കാൻ സർക്കാർ അടിയന്തര നടപടിയെടുക്കണമെന്നും ആവശ്യം ശക്തമാണ്. ജനുവരി 10-നകം പണം കിട്ടിയില്ലെങ്കിൽ പ്രക്ഷോഭത്തിലേക്ക് കടക്കാനാണ് കർഷകർ തീരുമാനിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് യു ടോക്ക്.